യെസ്. ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ സെഷനാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. പല ഒരുപാട് ആളുകൾ ഈ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പല ആളുകളെ അടുത്തുനിന്നും പഠിച്ച് എന്താണ് ഈ ഗോൾ സെറ്റിംഗ് എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഞാൻ നന്നായിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു 2020 മുതൽ വളരെ അഗ്രസീവായിട്ട് ഗോൾ സെറ്റ് ചെയ്യുന്ന ആളാണ്. ആ ഗോൾ സെറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പല സെഷനിൽ അറ്റൻഡ് ചെയ്യാറും പല കാര്യങ്ങൾ ചെയ്യാറും. എൻ്റെ ലൈഫിലെ എൻ്റെ ഇപ്പം നിൽക്കുന്ന സെയിൽസ് പ്രൊഫഷൻ അടക്കെ ഞാൻ ഗോൾ സെറ്റ് ചെയ്ത് വന്ന് ജോയിൻ ചെയ്ത പ്രൊഫഷനാണ്. അപ്പം ആ രീതിയിൽ എനിക്ക് ഒരുപാട് ഗോൾ സെറ്റിംഗ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വൈ ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് ഒഡിബിൾ അല്ലേ? യെസ്. വൈ ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, എന്തുകൊണ്ട് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറയും. ഷമീറത്ത എന്തിനാണ് ഗോൾ സെറ്റ് ചെയ്യുന്നത്? അത് നമ്മളുടെ യാത്ര കുറച്ചും കൂടി ഈസി ആക്കും. നമുക്ക് ഇപ്പൊ നമ്മളൊരു കാറിലൊക്കെ കയറി ആ GPS സെറ്റ് ചെയ്ത് ആ ഡെസ്റ്റിനേഷൻ ഇട്ട് നമുക്ക് പോകാനൊരു ഇത്തിരി കൂടി സുഖമല്ലേ? ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അതുപോലെ ഞാൻ തീരെ ചെയ്യാത്ത ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ ലീപ്പിൽ വന്ന് ഇപ്പൊ ലാസ്റ്റ് 3-4 മന്ത്സ് ബിഫോർ ആദ്യമൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഇന്നതാവണം എന്നൊക്കെ. പക്ഷെ സെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മളെ വഴി ദുർഘടമായിരുന്നു. ഇങ്ങോട്ടേക്കാണ് ആഗ്രഹം വെച്ചെങ്കിൽ അങ്ങോട്ടേക്കാ പോവാ. അപ്പൊ യെസ്, ഇൻഷാ അല്ലാ യെസ്, യെസ്, യെസ്. തീർച്ചയായിട്ടും. താങ്ക് യു. അപ്പൊ ഈ ഗോൾ സെറ്റിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന അത് വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ അത് ഉണ്ടെങ്കിലേ നമ്മളൊരു ഡെസ്റ്റിനേക്ക് എത്തൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിലവിൽ ഖത്തറിലാണ്. എനിക്ക് നാട്ടിൽ പോകണം. എനിക്ക് നാട്ടിൽ പോകണം എന്നുള്ളൊരു ഡെസ്റ്റിനി എനിക്കുണ്ട് അല്ലേ? എങ്കിലേ എനിക്ക് അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലൊരു ഡെസ്റ്റിനി ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മളെ ബ്രെയിനിന് വേണ്ടത് എപ്പോഴും ക്ലാരിറ്റിയാണ്. അപ്പം ഈ ക്ലാരിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമ്മളുടെ പല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോളുകളും അച്ചീവ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, നമുക്ക് ഓവറായിട്ട് ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലിയർ ആവും. എന്താണ് ഈ 2026 ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. യെസ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ വെർട്ടിക്കൽ ലേണിംഗ്, ഹൊറിസോണ്ടൽ ലേണിംഗ് എന്നുള്ള ടോപ്പിക്കൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടത് മാത്രം പഠിക്കുക. എല്ലാത്തിലും കയറി ജോയിൻ ചെയ്യുന്നതിന് പകരം എനിക്ക് വേണ്ടത് മാത്രം ഞാൻ സെലക്റ്റീവ് ആവുമ്പോൾ അവിടെ എനിക്കൊരു ക്ലാരിറ്റി വന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് ഗോൾ സെറ്റിംഗ്. ഗോൾ സെറ്റിംഗ് ഇപ്പോൾ ഷമീറത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി നൽകും, ഒരു കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് നൽകും. ആ കാര്യങ്ങളൊക്കെയാണ് ഗോൾ സെറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഗോൾ സെറ്റിംഗ് ഉണ്ടെങ്കിലാ നമ്മളുടെ ലൈഫ്, പേഴ്സണലി എൻ്റെ ലൈഫ് എനിക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയത് ഗോൾ സെറ്റിംഗ് എന്നുള്ള ഒരു സ്കില്ല് ഞാൻ പഠിച്ചെടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഗോൾ സെറ്റിംഗ് ഒരുപാട് ആളുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. എക്സ്ക്യൂസ് മീ, സോറി. ഈ ഗോൾ സെറ്റിംഗ് പേഴ്സണലി ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഗോൾ സെറ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് 7 വീക്ക് ആയിട്ട് നമ്മളെ ഗ്രൂപ്പിനകത്ത് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ ചലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ ഒരു തംസപ്പ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ അവിടെ നിലവിൽ? ഓക്കെ, ഓക്കെ. അനസാർ ഉണ്ട്, ഷമീറ മാം ഉണ്ട്, പിന്നെ ഓക്കെ, ഫൈൻ. 2 പേരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പം ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ ഇനീഷ്യലി ഇവിടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഈ ഇത് കാണുന്നുണ്ടോ എല്ലാവരും? ഒരു 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 തംസപ്പ് കാണുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ ഇതിൽ ഗോൾ സെറ്റിംഗ് ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റിംഗ് ദ ഇൻറ്റൻഷൻ. ഇപ്പോൾ ഒരുപാട് പേര് ഗോളുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗോളുകൾ സെറ്റ് ചെയ്യും, കുറേ അങ്ങോട്ട് എത്തിയിട്ട് എന്തിനാണ് ഈ ഗോളുകൾ സെറ്റ് ചെയ്ത് എന്നുള്ളൊരു ഒരു ഒരു
ഒരു തോട്ട് വരും. അതിനാണ് ഏറ്റവും ഫസ്റ്റ് സെറ്റിംഗ് ദ ഇന്റൻഷൻ. നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. എഴുതി വെച്ച ഒരു ഓൺ ദ സ്പോട്ട് ഒരു തംസപ്പോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ട് റിപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒരു പെന്നും പേപ്പറും എടുക്കുക. എന്താണ് 15 വർഷമാകുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ട ഇന്റൻഷൻ ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതുക. ആ ഒരു ഇന്റൻഷൻ കൃത്യമായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞ ആളുകൾ ചാറ്റിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക. ചാറ്റിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ആ ഇന്റൻഷൻ എഴുതി വെക്കുക. ഇപ്പൊ ജസ്റ്റ് നമ്മൾ റൂട്ട് മാപ്പാണ് ഇവിടെ ചെയ്യുള്ളൂ. കുറച്ചും കൂടി ഡെപ്തിൽ ഇരുന്നിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ ജസ്റ്റ് ഒരു റൂട്ട് മാപ്പ്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഞാൻ ഈ ഷെയർ ചെയ്യുന്ന ഈ ഒരു ഡാഷ്ബോർഡ് നിങ്ങൾ കാണുന്നുണ്ടോ? Yes, yes. ഓക്കെ, ഫൈൻ. ഒരു ഇന്റൻഷൻ ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ അറിയിക്കുക. ഓക്കെ, ഓക്കെ, ഒരാൾ കഴിഞ്ഞു. ഒരു 3 പേരത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് പോവും. ഓക്കെ, 2 ആൾ കഴിഞ്ഞു. Actually, only one intention or how it's like. യെസ്, വൺ ഇന്റൻഷൻ ആണെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ പല ലീഡർഷിപ്പ് കോഴ്സിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ലെഗസി എന്നൊക്കെ പറയില്ലേ, വാട്ട് യു വാണ്ട് ടു ഡു. Yeah. ഓക്കെ, അതാണ് എഴുതേണ്ടത്. എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എ ഇന്റൻഷൻ. പർപ്പസ് അല്ല ഇന്റൻഷൻ. അപ്പൊ Yes. ട്രാൻസ്ഫോമിംഗ് വുമൺ എന്നുള്ളതാണ് ഞാൻ വെച്ച ഇന്റൻഷൻ. അപ്പൊ അത് അത്ര എഴുതിയാൽ മതിയല്ലോ അല്ലേ? യെസ്, യെസ്, യെസ്. ഓക്കെ. ഓക്കെ, അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, ആ ഇന്റൻഷൻ എഴുതി അതൊന്ന് റൗണ്ട് ചെയ്യുക. അതിങ്ങനെ നടുക്ക് നിൽക്കണം. ഇപ്പൊ ഒരു പേപ്പറിലാണ് എഴുതണമെങ്കിൽ ആ ഇന്റൻഷൻ നടുക്ക് എഴുതിയിട്ട് അതൊന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരിക. യെസ്, ഒരാൾ കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. സെക്കൻഡ്, ആ ഇന്റൻഷനുമായി റിലേറ്റ് ചെയ്ത് ചെയ്യേണ്ട ഗോളുകൾ എഴുതുക. ആ ഇന്റൻഷനുമായി റിലേറ്റ് ചെയ്ത് ആരോ ഒരാൾ ബോർഡിലുണ്ട് കേട്ടോ. ഓക്കെ, ഫൈൻ. ആ ഇന്റൻഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഗോളുകൾ. അതിൽ ഫാമിലി ഗോളുകൾ ഉണ്ടാവും. വീൽ ഓഫ് ലൈഫ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ആ വീൽ ഓഫ് ലൈഫിൽ ഹെൽത്ത് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ബിസിനസ് ഉണ്ട്, ബിസിനസ് കരിയർ ആ ഒരു പോർഷൻ ഉണ്ട്, പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഉണ്ട്, സ്പിരിച്വൽ പാർട്ടുണ്ട്. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഒരു 15 ഗോളുകൾ അതിന് ചുറ്റും എഴുതുക. ഒരു റൗണ്ടിൽ പർപ്പസ് എഴുതുക, അതിന് ചുറ്റും ഗോളുകൾ എഴുതുക. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയൂ. അപ്പൊ നമ്മള് Okay. 15 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഗോള് അതിന്റെ ഇന്റൻഷൻ നമ്മൾ നടുവിൽ എഴുതി. എന്നിട്ട് പിന്നെ Okay. അതിനെങ്ങനെ ഒന്ന് പറയാം. പറഞ്ഞോളൂ. അതിനെ നമ്മൾ എങ്ങനെ ഹെൽത്ത് ആയിട്ടും പിന്നെ ഇതൊക്കെ ആയിട്ട് അങ്ങനെ കണക്ട് ചെയ്യുക എങ്ങനെ? ഓക്കെ, നമ്മളൊരു ഇന്റൻഷൻ സെറ്റ് ചെയ്തു. ആ ഇന്റൻഷൻ നിലനിൽക്കണമെങ്കിൽ ആസ് എ ഹ്യൂമൻ ഞാൻ ഇവിടെ നിലനിൽക്കണ്ടേ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്റെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്ത് ഞാൻ ഏത് ലെവലിലെത്തണം? ഓക്കെ, ഓക്കെ, അങ്ങനെ. ഇനിയുള്ള ഈ വീൽ ഓഫ് ലൈഫിലെ ഓരോ കാര്യങ്ങളും നമ്മളെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതുക അല്ലേ? യെസ്, യെസ്.
ലൈക്ക് ഇങ്ങനെയാണോ? ഹെൽത്ത്, ഫൈനാൻഷ്യൽ, നോളജ്. യെസ്. ഫൈനാൻസ് ഒരു ഇന്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്തു, ഒരു പർപ്പസ് നമ്മൾ സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പർപ്പസിൽ നിലക്കണമെങ്കിൽ പർപ്പസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് അതേഴ്സ്. സൊസൈറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു പർപ്പസ് ആണ്. അപ്പം അതിനു മുമ്പ് ഞാൻ വെൽ പ്ലാൻഡ് ആവണം, വേണ്ടേ? അപ്പം ആ ഒരു ഏജിലോട്ട് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു 15 ഇയേഴ്സിലോ എത്തുമ്പോൾ എൻ്റെ പർപ്പസിൽ എനിക്ക് നിലനിൽക്കണമെങ്കിൽ ഞാൻ എത്രമാത്രം ഫിനാൻഷ്യലി സെറ്റ് ആവണം. ക്ലിയർ അല്ലേ? ആ വീൽ ഓഫ് ലൈഫിന്റെ പാർട്സ് ഒന്നും ഇവിടെ പറയുകയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് അത് ഇതാക്കാനും സുഖമായിരുന്നു അല്ലേ? ഓക്കെ, ഞാൻ എഴുതാം. പറയും. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ ഹെൽത്ത്. ഓക്കെ, പിന്നെ വരുന്നത് ഫൈനാൻസ്, പിന്നെ വരുന്നത് ഫാമിലി, പിന്നെ വരുന്നത് കരിയർ ഓർ ബിസിനസ്, പേഴ്സണൽ ഡെവലപ്മെന്റ്, പിന്നെ വരുന്നത് എന്റർടൈൻമെന്റ്, സ്പിരിച്വൽ. ഇതിൽ പ്രധാനപ്പെട്ട വൈ എന്ന് എഴുതേണ്ട ഫാക്ടർ പർപ്പസ് ആണ്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ പേഴ്സണൽ കാര്യങ്ങൾ. ഈ പേഴ്സണൽ കാര്യങ്ങൾ എഴുതുമ്പോൾ ഇതിന്റെ ഒരു ഭാഗം ആ പർപ്പസുമായി റിലേറ്റ് ചെയ്യണം. അതിന്റെ ചുറ്റുഭാഗം എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തംസപ്പ് വരാം. ക്ലിയർ അല്ലേ ഇതുവരെ ഉള്ളത്? ഇപ്പൊ നമ്മള് ഫിനാൻസ് എഴുതുമ്പോ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണോ അതോ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? നമ്മൾ അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും എഴുതാം. അതുപോലെ തന്നെ ആസ് എ പേഴ്സൺ 50 ഇയേഴ്സ് ആകുമ്പോൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ആവണം, അങ്ങനെ എഴുതാം. രണ്ടും എഴുതണം. എപ്പോഴും പർപ്പസുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ വേണം. ഓക്കെ. ഇപ്പോ ഞാൻ പേഴ്സണലി എൻ്റെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഇത്ര രൂപ ഉണ്ടാക്കും, അതിന്റെ ഇത്ര പെർസെൻറ്റേജ് എൻ്റെ പർപ്പസ് റിലേറ്റഡ് ആണ്. കഴിഞ്ഞാൽ ഒരു തംസപ്പ് വരാം. ഇതൊക്കെ ഓൾറെഡി നമ്മളെ ഗ്രൂപ്പിനകത്ത് കഴിഞ്ഞ ചലഞ്ചസ് ആണ് കേട്ടോ. ഞാൻ അതിന് ജസ്റ്റ് ഒരു ബോർഡർ മാത്രമേ തരുന്നുള്ളൂ. നമ്മൾ മെയിൻലി ഇരിക്കാൻ പോകുന്നത് ഇന്ന് 3 ഇയേഴ്സ് ഗോളിലാണ്. ഓക്കെ, ഫൈൻ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. കാണുന്നുണ്ടല്ലോ എല്ലാവരും? നമ്മളിത് ഇന്നത്തെ ഗോൾ സെറ്റിംഗ് 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ വേറൊരു സെഷനും കൂടി കണ്ടക്ട് ചെയ്യും കേട്ടോ. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇതെല്ലാവരും സെറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ കുറേയൊക്കെ നമ്മളുടെ ഈ വേണ്ടാത്ത കാര്യങ്ങളുണ്ടല്ലോ, ടെൻഷൻ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. എന്താ ചെയ്യേണ്ടി എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, കഴിഞ്ഞാൽ ഒരു തംസപ്പ് വരാം. ഓക്കെ ഓക്കെ, ഞാൻ നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്.
ഇതിൽ ഇത് നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് ചെയ്യണ്ട, ഇത് ഫ്രീ ആയതിനു ശേഷം ചെയ്യാം. ഓരോ ഗോളുകൾക്കും ഒരു 3 വൈ എഴുതുക. എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഞാൻ പറയാണ്, എനിക്ക് ഒരു 15 ഇയേഴ്സ് ഗോൾ ഉണ്ട്. എനിക്ക് എൻ്റെ പാരൻസിനായിട്ട് ഒന്ന് വേൾഡ് ടൂർ അടിക്കണം, വേൾഡിലൊന്ന് കറങ്ങണം. അപ്പം അതിന് വൈ, എന്തിനാണ് എനിക്ക് ചെയ്യേണ്ടത്, അത് 3 തവണ എഴുതുക. അത് എൻ്റെ പർപ്പസുമായി റിലേറ്റ് ചെയ്തിട്ട് എന്താണ് പർപ്പസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും പർപ്പസ് ഉണ്ട്, അത് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒരു 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 ഹ്യൂമൻ ബീയിൻ്റെ എല്ലാ പോർഷൻസിലും ഓരോ പർപ്പസ് ഉണ്ട്. പല പർപ്പസുകളും പല കാര്യങ്ങൾക്ക് ഉണ്ടാവാം. പക്ഷെ അൾട്ടിമേറ്റ് ഒരു പർപ്പസ് ഉണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തിട്ട് കോർ ആയിട്ടുള്ള ആക്ഷൻ റിലേറ്റഡ് ആയിട്ട് പല തരത്തിലും ഉണ്ടാവും. അവിടെ ക്ലിയർ അല്ലേ? യെസ്. ഒരു 3 വൈ ഈച്ച് ഗോളുകൾക്ക് എഴുതുക. ഓക്കെ. പിന്നെ ഈ ഒരു 15 ഇയേഴ്സ് ഗോള്, സെയിം ഗോളുകൾ നേരെ അതിൽ പ്രയോറിറ്റൈസ് വരുത്തേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ 7 വീൽ ഓഫ് ലൈഫിൽ നമ്മൾ ഒരുപാട് ഗോളുകൾ എഴുതിയിട്ടുണ്ടാവും. അതിൽ എനിക്ക് 3 വർഷം കൊണ്ട് ഈ കാര്യങ്ങൾ എന്തായാലും ചെയ്യണം. ഇപ്പോൾ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് ഒരു 4-5, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം, എൻ്റെ വെയിറ്റ് ഞാൻ എഴുതും. അതുപോലെ തന്നെ ഞാൻ ചെയ്യേണ്ട ആക്ഷൻസ്, വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ ഞാൻ അത് എഴുതും. ചില ആളുകൾ പ്ലെയേഴ്സ് ആണെങ്കിൽ ഫുട്ബോൾ ആണെങ്കിൽ അത് എഴുതും. ചില ആളുകൾ കാലിസ്തനറ്റിക്സ് ആണെങ്കിൽ അത് എഴുതും. ചില ആളുകൾ റണ്ണിങ് ആണെങ്കിൽ അത് എഴുതും. അങ്ങനെ പല കാറ്റഗറിയിലുണ്ടാവും ഓരോന്നിലും. അപ്പം അതിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഈ 3 വർഷത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ്, ഇതിനെ ഒന്നും കൂടി ഒരു സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ 3 ഇയേഴ്സ് ഗോളിലോട്ട് മാറ്റുക. ക്ലിയർ അല്ലേ ആ പോട്ട്? ആ ഒരു പാർട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? യെസ്. അത് ജസ്റ്റ് ഒന്ന് ഒന്ന് എഴുതിയിട്ട് ചോദിക്കട്ടെ. ഒന്നുകൂടി പറഞ്ഞോളൂ. അതായത് ഒന്ന് ചോദിക്കട്ടെ, അതായത് ഇപ്പൊ നമ്മൾ ഹെൽത്ത് എഴുതുകയാണെങ്കിൽ ഹെൽത്ത് മാത്രം അങ്ങനെയാണോ? ഹെൽത്ത് ഇത് വീൽ ഓഫ് ലൈഫാണ്. വീൽ ഓഫ് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഗോളുകൾ സെറ്റ് ചെയ്യാൻ. ഏതെങ്കിലും ഒരു പാർട്ടിൽ തന്നെ ഒരു ചുരുങ്ങിയത് ഒരു ഗോൾ വേണം. ഹെൽത്ത് ഇല്ലാതെ ബാക്കിയുള്ള ഗോളുകളൊക്കെ സെറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല. ഫിനാൻഷ്യൽ കാര്യങ്ങളൊന്നും നമ്മൾ ഫോക്കസ് ചെയ്യാതെ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് എല്ലാത്തിലും നമ്മളൊരു 3 ഇയേഴ്സിന്റെ ഒരു പ്ലാന് അല്ലേ? യെസ്, എക്സാക്ട്ലി കറക്റ്റ്. അതുപോലെ തന്നെ ഇതെല്ലാം എനിക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് കരിയറോ ബിസിനസ്സോ വേണം. എനിക്ക് അതിൻ്റെ ഒരു ഫിനാൻസ് പാർട്ട് ഉണ്ട്. അതിനെ എനിക്ക് ആ ഒരു ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു 10 crore ആണ് എനിക്കൊരു 15 ഇയേഴ്സിനോണ്ട് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ 3 വർഷത്തേക്ക് മാറ്റും. അത് ഒരു 1 crore ആക്കും. അപ്പോൾ ഈ 1 crore എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ എവിടെ വർക്ക് ചെയ്യണം? ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഗോൾ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ, ഇത് അച്ചീവ് ചെയ്യണ്ടേ? ആ ഒരു പാർട്ടിക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഓക്കെ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാറ്റിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. 2 ആൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റിലോട്ട് പോകും. വൈ എന്നോ യെസ് എന്നോ ടൈപ്പ് ചെയ്യാം.
ഇപ്പം നമ്മൾ 4 കാര്യങ്ങളാണ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഒരു പർപ്പസ് സെറ്റ് ചെയ്യുക. 2, 15 ഇയേഴ്സ് ഗോൾ സെറ്റ് ചെയ്യുക. 3, ഓരോ ഗോൾസിനും വൈ എന്ന ഫാക്ടർ കണ്ടെത്തുക. ഒരു 3 വൈ എഴുതുക. 4-മത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 ഇയർ ഗോൾ സെറ്റ് ചെയ്യുക. ഈ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വീൽ ഓഫ് ലൈഫ്, ഹെൽത്ത്, ഫൈനാൻസ്, ഫാമിലി, ബിസിനസ്, സ്പിരിച്വാലിറ്റി, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരു ടച്ച് ചെയ്തിട്ട് വേണം ഈ ഗോളുകളൊക്കെ സെറ്റ് ചെയ്യാൻ. ഇറ്റ് മീൻസ് അതിലൊരു ഹെൽത്തിൻ്റെ ഗോൾ ഉണ്ടാവണം, അതിലൊരു ഫിനാൻസിൻ്റെ ഗോൾ ഉണ്ടാവണം, ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഗോളുകൾ ഉണ്ടാവണം, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ്. ഇതൊക്കെ വളരെ ഒരു ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്ന് എൻ്റർടൈൻ ചെയ്യണം, അതിനുള്ള ഗോളുകൾ ഉണ്ടാവണം. പിന്നെ ഇതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ഗ്രോ ചെയ്യണം, വേണ്ടേ? അപ്പോൾ അതിന് വേണ്ട ഒരു ഗോൾ ഉണ്ടാവണം. സ്പിരിച്വൽ പാർട്ട്, അതിനെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ഗോൾ ഉണ്ടാവണം. നിങ്ങളെല്ലാവരും എഴുതുന്നില്ലേ? എഴുതുന്നുണ്ടെങ്കിൽ യെസ്, ഇത് കംപ്ലീറ്റ് ചെയ്താൽ ചാറ്റിൽ ഒരു മെസ്സേജ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ മെൻഷൻ ചെയ്യാം. ആരൊന്നും കഴിഞ്ഞിട്ടില്ല? ജസ്റ്റ് ഒരു രൂപരേഖ ഉണ്ടാക്കിയാൽ മതി. ഇത് 1 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല. അതെ ഞാനിവിടെ പറഞ്ഞോളൂ. അത് ഞാൻ ചോദിക്കാൻ പോയിരുന്നു. ഫുള്ള് എഴുതുകയാണെങ്കിൽ ഈ സെഷൻ ഒന്നും മതിയാവില്ലല്ലോ. ജസ്റ്റ് ഒന്ന് റാൻഡമായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ടൈം യെസ് എടുത്തിട്ട് ചെയ്തൂടെ? ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാല്. യെസ് അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ഇത് 15 ഇയേഴ്സ് സെറ്റ് ചെയ്യണതാണ്. അത് 1 മണിക്കൂർ കൊണ്ടൊന്നും ആ മുഴുവനാവില്ല. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സെഷൻ ആണ്. ഇത് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ജസ്റ്റ് ഈ അതെ. ഔട്ട്ലുക്ക് പഠിക്കുക. അതിപ്പോ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ആ ആക്ഷൻ എടുക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ ബ്രെയിനായി ക്യാച്ച് ചെയ്യും ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്ഷൻ എടുത്തു പോകുന്നത്. അത് എഴുതി തന്നെ വേണം. ഓക്കെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഈ 3 ഇയർ ഗോളുകൾ എല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു തംസപ്പ് വരിക. 3 ഇയർ ഗോളുകൾ കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മോഡൽ ആക്കിയിട്ടുള്ള ആളുകൾ ഒരു തംസപ്പ് വരിക. ബാക്കി നമുക്ക് നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യാം. യെസ്, ഫൈൻ.
അപ്പോൾ നിലവിൽ കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കുക, എന്നിട്ട് ഇത് ഫ്രീ ആവുമ്പോൾ അതിലിരുന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. ഗോൾ ഷുഡ് ബി സ്മാർട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഗോൾ ഷുഡ് ബി സ്മാർട്ട്. സ്മാർട്ട് ആയിട്ടുള്ള ഗോളുകളാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താണ് സ്മാർട്ട്? ഗോൾ ഷുഡ് ബി സ്പെസിഫിക്. ഉദാഹരണത്തിന് എൻ്റെ ഹെൽത്ത് ഞാൻ എടുക്കുകയാണ്. എനിക്ക് 3 വർഷം കഴിഞ്ഞാൽ എൻ്റെ വെയിറ്റ് ഇത്രയാവണം. ഓക്കെ, എൻ്റെ വെയിറ്റ് ഇത്രയാവണം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ തംസപ്പ് തരാം. യെസ്, ഇതുപോലെ ഗോളുകൾ സ്പെസിഫിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഒരു പേന എടുക്കുക, ചെക്ക് ചെയ്യുക എൻ്റെ ഗോള് സ്പെസിഫിക് ആണോ എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു കാർ എടുക്കാൻ പോയി, ഞാൻ എഴുതി അവിടെ ഞാനൊരു കാർ എടുക്കുന്നു, അത് സ്പെസിഫിക് അല്ല. ഞാൻ ടൊയോട്ടയുടെ ഇന്ന കാർ എടുക്കുന്നു എന്നുള്ളതാണ് സ്പെസിഫിക്. അതിനൊരു ക്ലാരിറ്റി എത്തിയില്ല, എന്താണ് സ്പെസിഫിക് എന്നുള്ളത്. യെസ്. പിന്നെ സെക്കൻഡ് ലെറ്റർ എം. ഗോൾ ഷുഡ് ബി മെഷറബിൾ. മെഷർ ചെയ്യാൻ പറ്റണം. അതിനൊരു എമൗണ്ട് ഇടണം. എത്രയാണ് ഓരോ ഗോളിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വേണം ആ ഒരു എമൗണ്ട്. ഇപ്പം എനിക്കൊരു കാർ എടുക്കണം, എനിക്ക് ടൊയോട്ടയിൽ യാരിസ് എന്നുള്ള ഒരു കാർ എടുക്കണം. ആ കാറിന് 60,000 ഖത്തർ റിയാലാണ് വില. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തരാം. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തരാം. യെസ്. ഓരോ ഗോളുകളും സ്പെസിഫിക് ആവണം, അതിനൊരു വാല്യൂ കൊടുത്തിരിക്കണം, ഒരു എമൗണ്ട് കൊടുത്തിരിക്കണം. ഓക്കെ. ദ തേർഡ് വൺ, മെഷറബിൾ കഴിഞ്ഞു, അത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊന്ന് ഒന്ന് എഴുതുക. എങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യാൻ കഴിയുക? ഇപ്പൊ ഞാൻ എൻ്റെ കാറ് മേടിക്കാൻ പോകുന്നു. എനിക്ക് 2029 ആവുമ്പോൾ എനിക്ക് ടൊയോട്ടയുടെ ഒരു കാറ് വേണം. ഇത്ര രൂപയാണ് അതിന് വില. 60,000 ഖത്തർ റിയാലാണ് അത് വില. ഞാൻ എങ്ങനെയാണ് ഈ 16,000 ഉണ്ടാക്കാൻ പോകുന്നത്? അത് അച്ചീവബിൾ ആണോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. ക്ലിയർ അല്ലത്? പിന്നെ നമ്മൾ ബാക്കിലോട്ട് വീണ്ടും വരും കേട്ടോ, ആ ഹൗയിലോട്ട് വീണ്ടും വരും. റെലവൻ്റ് ആവണം അടുത്തത്. ഓരോ ഗോളും റെലവൻ്റ് ഉള്ള ഗോളാവണം. പിന്നെ എല്ലാ ഗോളുകൾക്കും ഒരു ടൈം ഫ്രെയിം കൊടുക്കണം. ഇപ്പൊ ഞാൻ എഴുതി എനിക്ക് 2029 ജനുവരി 1 എനിക്ക് ടൊയോട്ട യാരിസ് കാർ എടുക്കണം, അതിന്റെ വില 60,000 ആണ്. ദിസ് ഈസ് എ ഫ്രെയിം വർക്ക്. എല്ലാതും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആവണം. ക്ലിയർ ആയ ആളുകൾ ഒരു തംസപ്പ് തരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കട്ടോ. ആ ഒരു ടൈം ഫ്രെയിം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കൊടുത്തിരിക്കണം. 3 വർഷത്തെ ഗോളുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ഇതുവരെ വളരെ ക്ലിയർ അല്ലേ? യെസ്, ഫൈൻ. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഒരു മോഡൽ ഉണ്ടാക്കി വെക്കുകയാണ്. ഇതിമ നിങ്ങൾ വീണ്ടും വീണ്ടും ഇരിക്കണം, വീണ്ടും വീണ്ടും ഇരുന്ന് അതിമ വീണ്ടും വീണ്ടും ക്ലാരിറ്റികൾ വരുത്തണം. ക്ലാരിറ്റി ആണ് ഗോളിന് ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ടത്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ്, എനിക്ക് ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം?
ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഞാൻ ഒഴിവാക്കണം. അപ്പോൾ ഓരോ ഗോളുകളും എടുത്ത് എഴുതുക, എന്നിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക. ഇത് ക്ലിയർ അല്ലേ? ഈ പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. എല്ലാവരും ഇവിടെ തന്നെ ഇല്ലേ? നജ്മുദ്ദീൻ, ഇത് ഹാബിറ്റ്സ് ആണോ അല്ലെങ്കിൽ തിങ്സ് ആണോ? എന്താണ് ഇപ്പം അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളത്? ഹാബിറ്റ്സ് ആയിട്ടാണോ? മേ ബി അത് ഹാബിറ്റ്സ് ആവാം, മേ ബി അത് തോട്ട്സ് ആവാം. എന്താണോ ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് എന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. എനിക്ക് ആ ഓക്കെ ഗോൾ ഓക്കെ. എത്തണം, പക്ഷെ ഇതൊക്കെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ എനിക്കൊരു ഹെൽത്തിന്റെ കാര്യം വന്നു, അപ്പൊ എനിക്ക് എക്സസൈസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഇല്ല. അപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാത്ത ഹാബിറ്റ് ഒഴിവാക്കണം. ഒരു എക്സസൈസ് ചെയ്യണം. രണ്ടാമത് ഞാൻ നന്നായി ജങ്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്, അപ്പൊ ആ ജങ്ക് ഫുഡ് എനിക്ക് ഒഴിവാക്കണം. ആ രീതിയിൽ ഓരോന്നിനും വേണ്ട കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ, എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതുക. Alright, alright. ക്ലാരിറ്റി Thank കിട്ടിയോ? you. Yes, yes, yes. യെസ്, Thank you. Thank you, sir. താങ്ക് യു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഈ ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. ഇവിടുന്ന് തന്നെ 15 ഇയേഴ്സ് ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചാൽ അത് പറ്റില്ല. അത് ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതിമ്മ വീണ്ടും വീണ്ടും ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വേണ്ടത്, ഇതിൽ എല്ലാ ഗോളുകളുടെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. 3 ഇയേഴ്സിൽ എൻ്റെ ഹെൽത്ത് ഇതാവണം, എൻ്റെ ഫൈനാൻസ് ഇതാവണം, എൻ്റെ ഫാമിലി ഇതാവണം, എൻ്റെ ബിസിനസ് ഇതാവണം, എൻ്റെ സ്പിരിച്വൽ ലൈഫ് ഇതാവണം, എൻ്റെ സെൽഫ് ഡെവലപ്മെന്റ് ഇതാവണം. അങ്ങനെ ഓരോന്നിനും ഒരു ഔട്ട്ലുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോള്, വിത്തൗട്ട് ദാറ്റ് വൺ എവറിത്തിങ് ഈസ് സീറോ എന്ന് പറയുന്ന ഗോൾ ഏതാ? ഒരാള് ആ ഗോള് പറയുന്ന ഒരാള് ആരാണ്? ആ ഗോള് പറയുന്നത്? യെസ്, ഹെൽത്ത്. യെസ്. സോ ഗീവ് ദ ഹെൽത്ത് ഈസ് മോർ പ്രയോറിറ്റി. ആ ഒരു ഹെൽത്ത് എന്നുള്ളത് അടിയിക്ക് എഴുതുക. ഹെൽത്ത് എന്നുള്ള ഗോള് അടിയിക്ക് എഴുതുക. ഇനി നമ്മൾ അതിലാണ് വർക്കൗട്ട് ചെയ്യുക. എല്ലാ ഗോളുകളും വളരെ സ്പെസിഫിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അപ്പോൾ ഹെൽത്ത് എന്നുള്ളത് എടുത്തെഴുതുക. എടുത്തെഴുതിയ ആളുകൾ ഒരു തംസപ്പ് വരിക. ഓക്കെ, ഓക്കെ. ഹെൽത്ത് എന്നുള്ള ഗോൾ എഴുതി. ഇനി ഒരു പേപ്പറിലാണ് ഹെൽത്ത് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിന്റെ ഹെൽത്ത് എന്നുള്ള ഹെഡിങ് കൊടുത്ത് അടിയിൽ 2026, 27, 28 എന്ന് 3 വർഷം എഴുതി വെക്കുക. എഴുതി വെച്ച ആളുകൾ ഒരു തംസപ്പ് വരിക. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമോ നജ്മുദ്ദീൻ? ഓക്കെ, ഫൈൻ. ഇതിൽ 3 വർഷത്തെ ഗോളുകൾ എഴുതി, അതിലെ ഹെൽത്ത് എന്നുള്ള ഗോള് അടിയിലോട്ട് എഴുതുക. ഓക്കെ, ഇത് 3 വർഷത്തെ ഗോളാണ്. അപ്പൊ ഈ 3 വർഷത്തെ ഗോൾ എന്ന് പറയുന്നത് 2026, 27, 28. ഇത് ക്ലിയർ അല്ലേ? ഇതാണ് ആ 3 വർഷം. Alright. ഓക്കെ, ഫൈൻ. ഇനി 2029 നിങ്ങളെ ഹെൽത്ത് എന്താവണം? വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതുക. ഇപ്പൊ ഞാൻ എഴുതുകയാണെങ്കിൽ 2029 എൻ്റെ വെയിറ്റ് 69 kg ആവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ട്രെയിനിങ്ങിന് പോകുന്നു. ക്ലിയർ അല്ല? അതിൽ ഈ എഴുതുന്നതിൽ ആ സ്മാർട്ട് എന്നുള്ളത് ഉപയോഗപ്പെടുത്തുക. സ്പെസിഫിക് ആവണം, മെഷറബിൾ ആവണം, അച്ചീവബിൾ ആവണം, റിയലിസ്റ്റിക് ആവണം,
ടൈം ഫ്രെയിം ഉണ്ടാവണം. 2028 ഡിസംബർ 31 ആണെങ്കിൽ അങ്ങനെ എഴുതാം. എന്താണോ ആ ടൈം ഫ്രെയിം അതവിടെ എഴുതുക. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലി 1 ഗോളാണ്. ഇത് ബാക്കിയുള്ള ഗോളുകൾ നിങ്ങൾ ഇരുന്ന് ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എഴുതണം. ബ്രെയിൻ നീഡ് ക്ലാരിറ്റി. ക്ലാരിറ്റിയിലാണ് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യുക. ബ്രെയിന് കൺഫ്യൂഷൻ കൊടുക്കരുത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. യെസ്, ഫൈൻ. അപ്പോൾ 2028 ഗോൾ എഴുതി. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് എഴുതി, എത്രയാവണം എന്ന് എഴുതി, ഹെൽത്ത് ആണെങ്കിൽ എത്ര kg എന്ന് എഴുതി, എന്ത് ചെയ്തിട്ടാണ് അതിലേക്ക് എത്തുക എന്ന് എഴുതി, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് അടുത്തത് എഴുതുക. എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എൻ്റെ ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ ബാക്കി വെക്കണം. അത് വളരെ കൃത്യമായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 പോയിന്റ് എഴുതുക. എഴുതി കഴിഞ്ഞാൽ ഒരു തംസപ്പ് വരാം. ഒന്നും കൂടി പറയാ ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, എനിക്ക് എൻ്റെ ഈ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ഞാൻ മാറ്റി നിർത്തേണ്ട 3 കാര്യങ്ങൾ. താങ്ക് യു. താങ്ക് യു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഇപ്പോൾ നിലവിൽ ഞാനൊരു ഉദാഹരണം പറയാണ്. എൻ്റെ വെയിറ്റ് ഒരു 80 kg ആണെങ്കിൽ എൻ്റെ ടാർഗറ്റ് വരുന്നത് 69 ആണെങ്കിൽ എനിക്ക് അവിടെ എത്ര ഡിഫറൻസ് ഉണ്ട്? 11 kg ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പം 11 kg ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ എഴുതുന്നു എൻ്റെ വെയിറ്റ് 69 ആകുന്നു. 2028 എൻ്റെ വെയിറ്റ് ഡിസംബർ 31 69 ആകുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കലിസ്തനിക്സ് പ്രാക്ടീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങിന് പോകുന്നു, റണ്ണിങ്ങിന് പോകുന്നു. ആ 3 കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയി എഴുതി. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട, ഞാൻ ഷുഗർ അവോയ്ഡ് ചെയ്യുന്നു, ഞാൻ ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുന്നു, എന്നെ അൺഹെൽത്തി ആയിട്ടുള്ള ഉറക്കം ഞാൻ അവോയ്ഡ് ചെയ്യുന്നു. ആ 3 കാര്യങ്ങൾ ഞാൻ അവിടെ എഴുതി. ക്ലിയർ അല്ലേ? ഇതുവരെ വളരെ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഇതുവരെ വളരെ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. താങ്ക് യു. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി 2028 കഴിഞ്ഞു, നേരെ 2027 പോവാ. 2027 വന്നിട്ട് അവിടെ എഴുതണം, എനിക്ക് 2028 എനിക്ക് ഇത്ര വെയിറ്റ് കുറക്കണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഗോൾ ഇതാവണമെങ്കിൽ 2027 ആകുമ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ എൻ്റെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം. അവിടെ ഇതേപോലെ സ്മാർട്ട് എന്നുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. വളരെ സ്പെസിഫിക് ആവണം. ഇപ്പോൾ 3 ഇയറിൽ എന്താണോ ചെയ്തത് അതേപോലെ 2027 അതിനെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകണം. എനിക്കിപ്പോൾ ഉദാഹരണം പറയുകയാണ്, എനിക്ക് 69 2028 എനിക്ക് 2027 എനിക്കതൊരു 75 കിലോ ആക്കണം. ഞാനിപ്പോൾ 80 നിൽക്കുന്നത്, അപ്പോൾ അടുത്ത വർഷം ആകുമ്പോൾ എനിക്ക് 75 ആക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് 3 ഇയർ ആകുമ്പോൾ എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പാർട്ട് ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഈ പാർട്ട് ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഓക്കെ, ഫൈൻ. അപ്പൊ അവിടെ ഇതേപോലെ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആ 3 കാര്യങ്ങൾ എഴുതുക. ഞാൻ ചെയ്യാതിരിക്കേണ്ട 3 കാര്യങ്ങളും എഴുതുക. ഇതുവരെ വളരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഇതുവരെ വളരെ ക്ലിയർ ആണെങ്കിൽ സ്മാർട്ടില് യെസ് എം പറഞ്ഞു. വരുന്നില്ല. അത് മെഷർ ചെയ്യാം. എം വരുന്നില്ല, മെഷറബിള്. അപ്പൊ ഇപ്പൊ ഹെൽത്ത് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പിന്നെ
2027 ഇപ്പൊ ഒരു 70 kg അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഉം. ഒരു 5 ലെസ് ചെയ്തിട്ടാണെന്ന് വിചാരിച്ചത്. അത് സ്പെസിഫിക് ഗോളായി. യെസ് ഓക്കെ. അവിടെ നെക്സ്റ്റ് വരുന്നത് എം അല്ലേ, മെഷറബിള്. യെസ് യെസ് അതിനെ അപ്പൊ മെഷർ അവിടെ ചെയ്യണം, എന്താ എഴുതും? ന്യൂമറിക് ആവണം. യെസ് അവിടെ എന്താ എഴുതാം? അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പോൾ എൻ്റെ വെയിറ്റ് ഒരു 80 ആണെങ്കിൽ ഞാൻ പറയുന്നു 2026 എൻ്റെ വെയിറ്റ് 80 ആണ്. എനിക്ക് 2029 ആവുമ്പോൾ എൻ്റെ വെയിറ്റ് 69 ആവണം. അപ്പൊ എനിക്ക് 2028 ആവുമ്പോൾ എത്ര വെയിറ്റ് ഞാൻ കുറക്കണം? ആ 8ൽ നിന്ന് 69 എന്നുള്ള ആ ടാർഗറ്റ് ഉണ്ടല്ലോ, 2 നമ്പേഴ്സ് കിട്ടി. പോസിബിൾ ആയ ഓക്കെ. എമൗണ്ട് കുറച്ച് കുറച്ച് പോകണം. ഹെൽത്തി ആയിട്ടാണല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഒരു 3 kg ഞാൻ കുറക്കുന്നു, അല്ലെങ്കിൽ 5 kg ഞാൻ കുറക്കുന്നു. ആ രീതിയിൽ ഇയർലി ആണ് കേട്ടോ. ഓക്കെ ഓക്കെ. താങ്ക് യു. താങ്ക് യു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് തരാം. ഇതേ സ്റ്റെപ്പ് 2027 ജനുവരിയിലാവുമ്പോൾ ഞാൻ എന്താവും? ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ സ്മാർട്ട് എന്നുള്ള ഫ്രെയിം വർക്ക് നമ്മൾ പഠിച്ചു. നമ്മൾ അതിൽ കൃത്യമായിട്ട് 15 വർഷത്തെ ഗോൾ സെറ്റ് ചെയ്തു. അതിൽ നിന്ന് 3 ഇയേഴ്സിലോട്ട് വന്നു. നമ്മൾ ആ പർപ്പസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇതിൽ 3 ഇയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീൽ ഓഫ് ലൈഫിന്റെ 7 ഗോളുകൾ നമ്മൾ സെറ്റ് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹെൽത്തിന്റെ ഗോൾ നമ്മൾ എടുത്തെഴുതി. അതിൽ 3 ഇയേഴ്സ് എന്താവണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഇതുവരെ വളരെ ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. ഫൈൻ, താങ്ക് യു. ഇനി നെക്സ്റ്റ് ഇതേ സ്റ്റെപ്പ് 2027 ജനുവരിയിലാവുമ്പോൾ എൻ്റെ ഹെൽത്ത് എന്താവും? 2027 ജനുവരിയിലാവുമ്പോൾ എൻ്റെ ഹെൽത്ത് എന്താവും? അല്ലെങ്കിൽ ഞാനൊരു കാറ് മേടിക്കുകയാണെങ്കിൽ ആ കാറ് മേടിക്കാനുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ എന്താവും? ഇത് ഓരോന്നിലും ഓരോ ഗോളിലും ഇരുന്നിട്ട് ഈ ഫ്രെയിം വർക്ക് നിങ്ങൾ ചെയ്യണം. ഇതുവരെ വളരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. ഈ ഒരു ഗോളിനെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ ഞാൻ എൻ്റെ ഈ അടുത്ത വർഷമാകുമ്പോൾ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഞാനൊരു 5 കിലോ കുറയ്ക്കണം. ഈ 5 കിലോ കുറക്കുക എന്നുള്ളത് ഞാനത് ക്വാർട്ടറായി ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ 3 മാസം ഇത്ര, രണ്ടാമത്തെ 3 മാസം ഇത്ര, മൂന്നാമത്തെ 3 മാസം ഇത്ര, നാലാമത്തെ 3 മാസം ഇത്ര. ഈ ഒരു പാർട്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തരാം. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തരാം. ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് തരാം. യെസ്, ഫൈൻ. ഷാലോണ് എപ്പോഴും തംസപ്പ് വരുന്നത് കേട്ടോ. ബാക്കിയുള്ള ലീഡേഴ്സ് ഒന്നും തംസപ്പ് വരുന്നില്ല. യെസ്, ഇപ്പൊ എല്ലാവരും വരുന്നുണ്ട്. താങ്ക് യു. യെസ്, പറഞ്ഞോളൂ. വരുന്നുണ്ട്. ഞാൻ കണ്ടു. സാർ, താങ്ക് യു സോ മച്ച്. യെസ്, എനിക്കിവിടെ എൻ്റെ ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആരും കാണാത്തത് കാരണം ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയണ്ടേ? ഈ ഒരു ഇവിടെ ബോർഡാണല്ലോ, സ്ക്രീനിൽ ബോർഡാണല്ലോ കാണുന്നത്. എല്ലാവർക്കും അങ്ങനെയാണോ കാണുന്നത്? ആ ബോർഡാവും കാണുന്നുണ്ടാവുക. പിന്നെ കാണുന്നില്ലേ? ഇപ്പൊ എന്നെ കാണുന്നില്ലേ? ഓക്കെ, താങ്ക് യു. കാണുന്നുണ്ട്. അപ്പൊ 1 ഇയർ ഗോള് 3 ഇയറിലോട്ടാക്കി മാറ്റിയിട്ടുണ്ടാവും എല്ലാവരും, ശരിയല്ലേ? ആ 1 ഇയർ ഗോള് എല്ലാവരും 3 ഇയർ ഗോളിലോട്ടാക്കി മാറ്റിയിട്ടുണ്ടാവും. എന്തായിരുന്നു? അതെ 3 ക്വാർട്ടേഴ്സ്
സോറി 4 ക്വാർട്ടേഴ്സ് ഉണ്ടാവും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ഫസ്റ്റ് ക്വാർട്ടർ, പിന്നെ നെക്സ്റ്റ് 3 മന്ത്സ്, നെക്സ്റ്റ് ക്വാർട്ടർ, ആ രീതിയിൽ. അതിലെ ഫസ്റ്റ് ക്വാർട്ടർ എഴുതുക. ഇപ്പോ എൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് 3 മാസം കൊണ്ട് 1 kg ആണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് 60,000-ന്റെ ഒരു കാർ എടുക്കണമെങ്കിൽ എനിക്ക് ഈ 3 മാസത്തിൽ അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടത് വെറും ഒരു 200,000, നോ 200, സോറി ഫോർ ദാറ്റ്, ഒരു 2,000 അത്ര ഒരു ചെറിയ എമൗണ്ട് ആയിട്ട് മാറിയിട്ടുണ്ടാവും മെഷർ ചെയ്യുകയാണെങ്കിൽ. ഉദാഹരണം പറഞ്ഞത്. ഈ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരാം. യെസ്, താങ്ക് യു. ഓക്കെ, ഫൈൻ. ഇനി ആ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് വീണ്ടും എഴുതാം. ഈ ഒരു 3 മാസം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഈ 3 മാസം ഞാൻ ഇന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. നമ്മളൊരു 3 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫീഡ്ബാക്ക് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഗ്രൂപ്പിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇതിനോടൊപ്പം ചെയ്തു പോകുന്നുണ്ടെന്ന് കരുതുന്നു. യെസ്, നിഷ മാം ചെയ്യുന്നില്ലേ? ചെയ്യണുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അത്തേക്ക് ഇതിന്റെ റെക്കോർഡിങ്സ് കിട്ടും. അപ്പൊ ഒന്നും കൂടി ഇരുന്നിട്ട് കണ്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തംസപ്പ് വരാം. ഓക്കെ, ഫൈൻ. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ ഗോള് എന്നത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അത് ആ ഒരു 3 കാര്യങ്ങൾ വളരെ വലുതാക്കിയിട്ട് ഒരു പേജിലോട്ട് എഴുതുക. അതിന് ഞാൻ എന്തൊക്കെ ആക്ഷൻസ് എടുക്കണം, ഇവിടെയാണ് ആക്ഷൻ. ആ ആക്ഷൻ എന്നുള്ള പാർട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഒരുപാട് ആക്ഷൻ ടേക്കേഴ്സ് ഉണ്ട്. പ്രോ ആക്ഷൻ ടേക്കേഴ്സ് ഉണ്ട്, മാസീവ് ആക്ഷൻ ടേക്കേഴ്സ് ഉണ്ട്, ക്വിക്ക് ആക്ഷൻ ടേക്കേഴ്സ് ഉണ്ട്, പല തരത്തിലുള്ള ആക്ഷൻ ടേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു ക്വാർട്ടറിലുള്ളത് എഴുതി വെച്ചു. ആ ഗോളിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, ആ ക്വാർട്ടറിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതുക. അതിനു വേണ്ടി ആക്ഷൻ എടുക്കുക. എന്ന് ആക്ഷൻ എടുക്കണം എന്ന് ചോദിച്ചാൽ എന്നാണ് ആക്ഷൻ എടുക്കേണ്ടത്? ഇന്ന് ഇനി പറ്റുമോ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്ര? ഓക്കെ, ഫൈൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു ആക്ഷൻ എടുത്ത് എന്ന് ഷുവർ ആക്കുക. നിങ്ങളുടെ ഡെയിലി ഗോളുകളിൽ ഈ ഒരു ആക്ഷൻ ഉൾപ്പെടുത്തുക. എത്ര ആളുകൾ ഇവിടെ ഡെയിലി ഗോളുകൾ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? എൻ്റെ ഓരോ ദിവസത്തിനും എനിക്ക് പർപ്പസ് ഉണ്ട് എന്ന രീതിയിൽ ഡെയിലി ഗോൾ ചെയ്യുന്ന ആളുകളുണ്ട്? എത്ര ആളുകളുണ്ട്? യെസ്, 2 ആളുകളുണ്ട്. ദാറ്റ്സ് ഗുഡ്. ഇവിടെയാണ് ഡെയിലി ഗോളുകളുടെ ഏറ്റവും പ്രാധാന്യം. ഓരോ ദിവസവും ഡെയിലി ഗോളുകൾ ഉണ്ടാവണം. ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിരിക്കണം. നാളെ എനിക്ക് എന്താ ചെയ്യാൻ പോകേണ്ടത് എനിക്കിന്ന് അറിഞ്ഞിരിക്കണം.
അപ്പോൾ നിങ്ങൾ ആ ഒരു ദിവസത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഇയർലി ഗോളുകൾ അച്ചീവ് ചെയ്യാവും, നിങ്ങളുടെ 3 ഇയർ ഗോൾ അച്ചീവ് ആവും, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഗോളുകളും അച്ചീവ് ആവും. ഈ ഒരു പാർട്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരും. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഡെയിലി ഗോൾസ്. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഡെയിലി ഗോൾസ്. ഇവിടെ ഇനി 3 ഇയർ ഗോളിനെ കുറിച്ച് ചിന്തിക്കണ്ട. 15 ഇയേഴ്സ് ഗോൾ, എനിക്ക് 15 ഇയേഴ്സ് ഗോൾ എനിക്ക് എൻ്റെ ഒരു ടൊയോട്ടയുടെ കാറ് 60,000 റിയാലിന്റെ ഒരു ടൊയോട്ടയുടെ കാർ എനിക്ക് മേടിക്കണം. ദാറ്റ്സ് മൈ ഗോൾ. ഇറ്റ്സ് ഫൈൻ. ബട്ട് ഐ ഹാവ് ടു ഫോക്കസ് വാട്ട് ഐ ഹാവ് ടു ഡു ടുഡേ. ഞാൻ അതിനു വേണ്ടി ഇന്ന് എന്താ ചെയ്യുന്നത്? അവിടെ എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവണം. ഇതുവരെ ക്ലാരിറ്റി എന്നുള്ള പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ ഒരു തംസപ്പ് വരും. ഇതുവരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എങ്കിൽ ഒരു തംസപ്പ് വരും. താങ്ക് യു. ഇനി ഇവിടുന്ന് എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആക്ഷൻ എടുക്കുക. അപ്പൊ എന്തിനാണ് ആക്ഷൻ എടുക്കുന്നത്? എന്താണ് ആക്ഷൻ എടുക്കാൻ വേണ്ടി എന്നെ പാകപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കിൽ നമ്മൾ നെക്സ്റ്റ് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യും. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. എങ്ങനെയാണ് ആക്ഷൻ എടുക്കേണ്ടത്, എന്തുകൊണ്ട് ഞാൻ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ എന്നെ ആക്ഷൻ എടുപ്പിക്കാൻ വേണ്ടി പുഷ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ വെച്ച് നമ്മൾ നെക്സ്റ്റ് സിറ്റിങ്ങിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. നമുക്കിപ്പോൾ ഇനി ഒരു 3 മിനിറ്റ്സും കൂടിയാണ് ബാക്കിയുള്ളത്. ഒരു ഫീഡ്ബാക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 7 മിനിറ്റ്സ് നമുക്ക് മാറ്റി വെക്കാം. ആരൊക്കെയാണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരു 2 പേര് ഹാൻഡ് റൈസ് ചെയ്യുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. 2 പേർക്കുള്ള ടൈമുണ്ട്. യെസ്, പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. യെസ് നജ്മുദ്ദീൻ, കേൾക്കാമോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്, പറഞ്ഞോളൂ. യെസ്. അപ്പം 15 ഇയേഴ്സ് 3 ഇയേഴ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ഡൗട്ടിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ അറ്റൻഡ് ചെയ്ത്. ബിക്കോസ് ഇന്ന് എന്റെ ഫസ്റ്റ് ലൈവ് സെഷൻ ആണ്. ഓക്കെ. പ്രീവിയസ് സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ആയിരിക്കും ഗോൾസ് സെറ്റ് ചെയ്യാൻ പോണത്, ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബട്ട് നിങ്ങളുടെ കൂടെ ആ ഒരു പ്രോസസ്സിലൂടെ ബ്രേക്ക് ഡൗൺ ചെയ്തപ്പോ 15 3ലേക്ക് കൊണ്ടുവന്നു, 3 1ലേക്ക് കൊണ്ടുവന്നു, 1 ഇയർ 3 മന്ത്സിലേക്ക് കൊണ്ടുവന്നു. സോ ഇറ്റ് ബിക്കെയിം മോർ ക്ലിയർ ആൻഡ് ഫൈനലി നിങ്ങൾ ആ ആക്ഷൻ സ്റ്റെപ്പ് വരെ കൊണ്ടുവന്ന് എത്തിച്ചു തന്നു. ഇത് അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, അതുവരെ കൊണ്ടുവന്ന് എത്തിച്ച് വളരെ ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് നിങ്ങൾ എൻഡ് ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്. ഇനി ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ്. താങ്ക് യു. ബട്ട് ഇതുവരെ എത്തിച്ചത് തന്നെ വലിയൊരു താങ്ക്സ് ഉണ്ട്. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇതിൽ ഓരോ ഗോളുകളും ഇതുപോലെ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാം. നെക്സ്റ്റ് ആരാണ്? ഒരാളും കൂടി ഹാൻഡ് റൈസ് ചെയ്യാം. ഒരാൾക്കും കൂടി ഹാൻഡ് റൈസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാം. ആരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്ന അടുത്ത ആള്? ആരാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്? ആർക്കും ഹാൻഡ് റൈസ് ചെയ്യേണ്ട. ആർക്കും എല്ലാതും വളരെ ക്ലിയർ ആണ്. ഞാൻ നാളെ മുതൽ ആ ഒരു ഗോളിന് വേണ്ടി ആക്ഷൻ എടുക്കും എന്നുള്ള ആളുകളാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. എല്ലാവരും ആ രീതിയിൽ ആക്ഷൻ ടേക്കേഴ്സ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും കോർ എലമെന്റ് തന്നെ ആക്ഷൻ ടേക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വിത്തൗട്ട് ആക്ഷൻ എവ്രിതിങ് ബിക്കം സീറോ. എത്ര ആൾ അതിൽ വിശ്വസിക്കുന്നുണ്ട്? ഒരു തംസപ്പ് പേര്. വിത്തൗട്ട് ആക്ഷൻ എവ്രിതിങ് ബിക്കം സീറോ. എത്ര പേര് അതിൽ ബിലീവ് ചെയ്യുന്നുണ്ട്? ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഗോൾ ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കുന്നു, ഞാൻ ഇങ്ങനെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു, ഞാൻ എന്നും അതിൽ മുന്നിൽ പോയിട്ട് അഫർമേഷൻ ചെയ്യുന്നു, ഇതൊക്കെ മതി എനിക്ക്, ഞാൻ ഇതിന് വർക്ക് ചെയ്യൊന്നും വേണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് നിങ്ങളൊക്കെ എങ്കിൽ നിങ്ങളോടൊക്കെ പറയുന്നു, നിങ്ങൾ ആ മിഥ്യാധാരണ വെടിഞ്ഞല്ലാതെ നിങ്ങളുടെ ഒരു ഗോളുകളും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നില്ലേ, നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇറ്റ്സ് വെരി ക്ലിയർ. ഓക്കെ,
ഫൈനലി നമ്മുടെ ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരാൾക്ക് വേണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് യെസ്. നല്ല സെഷൻ ആയിരുന്നു. ഓക്കെ, പിന്നെ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ നമ്മൾ ഈ പിന്നെ എന്താ പറയാ ബക്കറ്റ് ലിസ്റ്റ് ഓഫ് ബക്കറ്റ് ഇല്ല, അതിലിങ്ങനെ ഇട്ട് വെക്കുകയുള്ളൂ. അതിൽ എന്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുള്ള ഇടുമ്പോൾ മാത്രം ഓർമ്മയുണ്ടാവും, പിന്നെ നമ്മൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതിന്റെ മുകളിൽ പുതിയ പുതിയ ഗോൾ ഇങ്ങനെ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ട് ബക്കറ്റിൽ ഇങ്ങനെ ഇടും. ഇപ്പം നമ്മളുടെ ആ ലിസ്റ്റ് എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് ഫീൽ ആക്കാം. അത് വളരെ ആ ഒരു വലിയ പിന്നെ ഹെവി ആയിട്ടുള്ള 15 ഇയേഴ്സ് കേൾക്കുമ്പോൾ, നേരത്തെ ഒരു ലീഡർ പറഞ്ഞ പോലെ 15 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ വലിയൊരു ക്യാരിയാണ്, വലിയ ഹെവിയാണ്. പക്ഷെ അതിന് വളരെ സിമ്പിൾ ആയിട്ട് ഡെയിലി ലൈഫിൽ ഓരോരുത്തർക്കും പറ്റുന്ന രൂപത്തിൽ 10 മിനിറ്റ്സ് 30 മിനിറ്റ്സ് അതിൽ സ്പെൻഡ് ചെയ്താൽ അതിൽ ഗ്രാജുവലി അതിൽ ഡിഫറൻസ് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടാതെ നമുക്ക് അതിന്റെ റിസൾട്ട് കണ്ടെത്താമെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. താങ്ക് യു സോ മച്ച് നജ്മുദ്ദീൻ ലീഡർ. താങ്ക് യു അത് സോ എല്ലാവർക്കും മച്ച്. ഭയങ്കര യൂസ്ഫുൾ ആകട്ടെ. ഇത് എല്ലാവർക്കും ആക്ഷൻ എടുക്കാൻ പറ്റട്ടെ. താങ്ക് യു ആക്ഷൻ ലീഡർ. എടുത്താൽ 100% യെസ്, റിസൾട്ട് ഉറപ്പാണ്. താങ്ക് യു യെസ്. ലീഡർ ഷൈജ. യെസ് ലീഡർ. ഞാനൊരു യെസ്. 9:30 ആയപ്പോഴാണ് ജോയിൻ ചെയ്തത്. ഓക്കെ, ഫൈൻ. 9:30 തൊട്ട് ഞാൻ വന്നപ്പോൾ ഒരു 3 ഇയർ ഗോൾ തൊട്ട് വന്നൊരു ഹെൽത്തിന്റെ കാര്യമായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. അതെ, എനിക്ക് നല്ലൊരു ഇതുവരെ കിട്ടാത്ത ഒരു കറക്റ്റ് ഒരു സ്ട്രക്ചറാണ് കിട്ടിയിട്ടുള്ളത്. ഞാനൊക്കെ ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്, ഒരു ലോങ് ടൈം ഗോളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്ര ആക്ഷൻ എടുത്ത് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഒരു വേ ആണ് കിട്ടിയത്. താങ്ക് യു സോ മച്ച്. തരുന്നുണ്ട്, അവൈലബിൾ ആക്കുമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അതും കൂടെ ഒന്നിരുന്ന് കേട്ട് ഇതിൽ ഒന്നും കൂടെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. താങ്ക് യു സോ മച്ച് ലീഡർ. ഓക്കെ, താങ്ക് യു. ഞാനിവിടെ ഒരു 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 മിഥ്യാധാരണ അല്ല പറയണത്, എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഗോളുകളിൽ വർക്ക് ചെയ്താലാണ് റിസൾട്ട് ഉണ്ടാവുക. ഇനി Yes, നെക്സ്റ്റ് സെഷൻ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. ഹൗ ബിക്കം എ ആക്ഷൻ ടേക്കർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് ആക്ഷൻ എവറിത്തിങ് ബിക്കം സീറോ. ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് സെഷൻ വി ആർ അനൗൺസിങ് ഹൗ ബിക്കം എ ആക്ഷൻ ടേക്കർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഓൾ പാർട്ടിസിപ്പേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു 1 hour നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവും. ആസ് പെർ മീ, ഐ എം സോ ഹാപ്പി. ഞാൻ ഒരുപാട് പേരുടെ ലൈഫിൽ ഒരു ക്ലാരിറ്റി വരുത്തി എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് ഗ്രൂപ്പിനകത്ത് അറിയിക്കുക. അത് മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവട്ടെ. ഒരുപാട് ആളുകൾ ഈ ഒരു ഫോഗിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് അവർക്ക് അച്ചീവ് ചെയ്യണം, പക്ഷെ അവര് ഇതിനു വേണ്ടിയിട്ട് ഒരു ഹവേഴ്സ് പോലും സ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അവർക്കൊരു അച്ചീവ്മെന്റ് ആവട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് ഗ്രൂപ്പിനകത്ത് അറിയിക്കുക. അഗെയിൻ താങ്ക് യു സോ മച്ച്. എന്ന് എൻ്റെ ഫാദർ, എൻ്റെ ഉപ്പ ട്രെയിനിൽ നിന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പാടും പേഴ്സണലി താങ്ക് യു സോ മച്ച്. എൻ്റെ ഉപ്പയാണ് എന്നെ ഇത്രയും ഈ കാര്യങ്ങൾക്കൊക്കെ ഇൻസ്പയർ ആക്കിയിട്ടുള്ളത്. എൻ്റെ ഒരു പർപ്പസ് എന്നത് അത് ലവ് എന്നുള്ള ഒരു ഫാക്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. ഞാൻ എത്രമാത്രം അതിൽ കമ്മിറ്റഡ് ആണ് എന്നുള്ളത് എൻ്റെ ഈ സറൗണ്ടിങ്ങിലുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബിക്കം എ ആക്ഷൻ ടേക്കർ. എവ്രിബഡി ഹാവ് ദാറ്റ് ഇമോഷൻ പോയിന്റ്. ആ ഇമോഷൻ പോയിന്റിൽ എങ്ങനെ ടച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സിറ്റിങ്ങിൽ ഹൗ ബിക്കം എ ആക്ഷൻ ടേക്കർ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ക്ലാരിറ്റി വരുത്തും. താങ്ക് യു സോ മച്ച്. ഞാൻ സൂം വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഗ്രൂപ്പിനകത്ത് അറിയിക്കാം. താങ്ക് യു.